കാണാതെ അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക. എനിക്ക് എന്റെ മോളെ അവിടെ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. അവൾ എവിടെ? മോളെ, അവിടെ മോളെ, മോളെ നീ എവിടെയാ മോളെ? നീ ഇവിടെ കിടന്ന് നിലവിളിച്ചോണ്ടൊന്നും കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല. കുട്ടിയെ തിരിച്ചു വേണമെങ്കിൽ അതിനുമുമ്പ് ചില കാര്യങ്ങളുണ്ട്. നീ ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നതൊന്നുമല്ല. എന്റെ ആവണി മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. നിന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. അല്ലാതെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് എന്റെ രീതിയല്ല. അറിയാലോ, നിന്റെ ഭർത്താവ് അനൂപിനെ എനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞതാ. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ ഒരിക്കലും കൊണ്ടുവരില്ല. എനിക്ക് പക്ഷെ അതങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇല്ലാതായിപ്പോയത് എന്റെ പ്രാണനല്ലേ. ഇനി നീ വേണം അവനെ എനിക്ക് കൊണ്ടുവന്ന് തരാൻ. അത് പറയാനാ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ഇതാവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റൈലുണ്ട്. ഇപ്പം നിന്റെ വീട്ടിൽ എല്ലാവരും ഒന്ന് പേടിച്ചില്ലേ? അത് മതി, ചുമ്മാ ഒരു സ്റ്റൈൽ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എല്ലാവരും ഒന്ന് പേടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ചങ്കില് തീ പിടിച്ചിരിക്കുക അവിടെ എല്ലാവരും. നിങ്ങളുടെ അനിയത്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുപോലൊരു സ്ത്രീ പ്രസവിച്ചതാ ആ കുഞ്ഞിനെയും. ആ കുഞ്ഞിനെ കാണാതാവുമ്പോ അവരുടെ വേദന എത്രയാന്ന് നിനക്ക് മനസ്സിലാവില്ല. അതിന് മനുഷ്യന്റെ മനസ്സ് വേണം. എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇങ്ങനെ തമാശ പറയല്ല പെങ്ങളെ. ഒരു പോലീസ് ഇങ്ങോട്ട് വരത്തില്ല. പോലീസിനെയൊക്കെ വിളിക്കാം. അതിനു മുമ്പ് നീ ഇതൊന്ന് കേൾക്ക് തമ്പാനെ. എന്റെ ആവണി മോളെ നിങ്ങൾ എന്താ ചെയ്തേ? എന്റെ മോളെ നിങ്ങൾ എന്താ ചെയ്തെന്ന് പറയാൻ. അറിയണോ? നിന്റെ ആവണി മോളിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയണോ? ദേ ഇരിക്കുമല്ലോ വെള്ളം, ചെന്നെടുത്തോണ്ട് വാ. ശരി, നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് എന്റെ ആവണി മോളെ കാണണം. അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവളെ നേരിട്ട് കാണാതെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്റെ മോളെ നിങ്ങൾ അപകടപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് എന്താ ഉറപ്പ്? ഞാൻ പറയുന്നത് വിശ്വസിക്കാം. അവൾ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കാല് കഴുകിയാൽ മാത്രം നിനക്ക് അവളെ തിരിച്ചു കിട്ടും. എന്ത് ചെയ്തിട്ടായാലും എന്റെ ആവണി മോളെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. തൽക്കാലം ഇയാളുടെ കാല് കഴുകിയിട്ടായാലും വേണ്ടില്ല. ആവണി മോളെ ഇവിടെ നിരീക്ഷിക്കണം. എന്നാ തുടങ്ങല്ലേ? സമയം വൈകും തോറും കുഞ്ഞിനെ തിരിച്ചു കിട്ടാനും വൈകും. തമ്പാനെ, ഇതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചോ. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് കാണാനാ ഒരു രസം. 3 months ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റൂ. ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നിലും എടുത്ത് ചാടരുത്. കൃത്യമായിട്ട് ബെഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും അബോർഷൻ സംഭവിക്കാം.
അയ്യേ, ഇങ്ങനെയാണോ കാല് കഴുകുന്നത്? ഒരു ജോലി ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ?